അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ഏതോ ഒരുത്തൻ നബിക്കെതിരെ ഒരാരോപണം പറഞ്ഞു, അതിൻ്റെ പിന്നാലെ നമ്മൾ ഇത്രമാത്രം അയാളുടെ പിന്നാലെ കൂടേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നവരിൽ ഒരു പക്ഷേ ഉണ്ട്. എന്താ കാരണം എന്നറിയാമോ? നമ്മളിതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ആ മറുപടി എല്ലാവരുടെയും മനസ്സുകളിൽ എത്തുന്നില്ല. ആ മറുപടി എല്ലാവരുടെയും മനസ്സിലെ ചോദ്യങ്ങളെ തിരുത്തുന്നില്ല. അതേസമയം ഈ തെറ്റിദ്ധാരണകളാണെങ്കിലോ അതെല്ലാവരെയും സ്വാധീനിക്കുന്നു. എല്ലാവരും അത് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ശരി പ്രചരിക്കില്ല, തെറ്റാണ് പ്രചരിക്കുക. പലപ്പോഴും പലരും പറയുന്നത് പോലെ രോഗം ആണ് പകരുക, ആരോഗ്യം പകരുകയില്ല. അപ്പം ആയതുകൊണ്ട് ഈ വിപത്ത് ആദ്യം പറഞ്ഞുണ്ടാക്കിയ വിദ്വാൻ ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ആളെയാണ് ഞാൻ പറയുന്നത്. അത് മറ്റാരുമല്ല, യോഹന്ന അദ്ദിമഷ്കി എന്ന ജോൺ ഓഫ് ഡമാസ്കസ് അയാളായിരുന്നു. ആ കക്ഷിയെ നമുക്ക് ചെറുതായി ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ചരിത്ര അന്വേഷണങ്ങളിൽ ഉൾപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ട ഒരാളാണ്. AD 676 ഡമാസ്കസിൽ ജോൺ ജനിക്കുന്നത്. 749 വരെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരൊക്കെ ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരായിരുന്നു എന്നാണ്. പിന്നീട് ഹിർക്കൽ ചക്രവർത്തി പരാജയപ്പെട്ടു. ഹിർക്കൽ ചക്രവർത്തിയുടെ പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിന് കീഴിൽ വന്നു. തുടർന്ന് ഇസ്ലാമിക ഭരണം സ്ഥാപിതമായി. അത് പരിപൂർണമായും ഷാം നാടുകളിൽ വ്യാപിക്കുന്നത് അമവി ഡൈനാസിയുടെ കാലത്താണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അമവികൾ വിശാല ഹൃദയരായിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻസിലും ഇവരെ തന്നെ വെച്ചു. അതായത് യോഹന്ന ദിമഷ്കിയുടെ പിതാവിനെ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ അമവി ഖലീഫയുടെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവായി മാറുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹം മുസ്ലിങ്ങളുമായി വളരെ അടുത്ത ഹൃദയബന്ധമൊക്കെ പുലർത്തുന്നത്. ആ സമയത്ത് അദ്ദേഹം ഖുർആൻ പഠിച്ചു. ഭാഷ പിന്നെ അദ്ദേഹത്തിന് ശരിക്കറിയാം. അദ്ദേഹം അറബിയാണ്. എല്ലാ ഫന്നുകളും പഠിച്ചു, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു. അങ്ങനെ നല്ല അറിവും ബുദ്ധിയും ആഴമേറിയ ചിന്തയും ഒക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ആ ജോലിയൊക്കെ ഒഴിവാക്കി പൗരോഹിത്യത്തിലേക്ക് പോയി എന്നാണ്. പിന്നെ പൗരോഹിത്യത്തിൽ പുരോഹിതനായി വളർന്നു. ശരിക്കും ചരിത്രം പറയുന്നത് ഈസ്റ്റേൺ റോമൻ ചർച്ചിൻ്റെ ഏറ്റവും അവസാനത്തെ ബാബ അദ്ദേഹമായിരുന്നു എന്നാണ്. അത് പോപ്പിൻ്റെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോഹന്ന ദിമഷ്കിയെക്കുറിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ വേറിട്ട് തന്നെ പഠിക്കണം. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? നല്ല ബുദ്ധിമാനാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇത് ഹർത്തക്കയിൽപ്പെട്ടതാണ്. ഹർത്തക്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാപിക്കുന്ന അദ്ദേഹത്തിൻ്റെ പദ്ധതി അതാണ്. അതായത് ബേസിക്കലി ക്രിസ്ത്യാനിറ്റിയാണ് ഉള്ളത്. AD 1-ാം നൂറ്റാണ്ട് മുതൽ നബി വരുന്ന 7-ാം നൂറ്റാണ്ട് വരെ 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെയാണ് ഹെർത്തക്ക എന്ന് പറയുന്നത്. അതിന് ഹെറസി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വേദവ്യതിചലനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഹെറസി ഈസ് എനി ബിലീവ് ഓർ തിയറി that is strongly at variance with established beliefs of or religious laws. അതായത് സ്ഥാപിതമായ വിശ്വാസങ്ങൾ, മതസിദ്ധാന്തങ്ങൾ എന്നിവയിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ വ്യതിചലനം പുലർത്തുന്ന ആശയങ്ങളെയാണ് ഹർത്തകകൾ എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിൽ ഓരോ കാലത്തും മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു മാറ്റമാണ് ഇസ്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി അതാണ്. വറഖ ബിൻ നൗഫലിൽ നിന്നും നസ്തൂരിയൻ പുരോഹിതനായിരുന്ന ബുഹൈറയിൽ നിന്നുമെല്ലാം കിട്ടിയെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.